കേരളമാകുന്ന മേഖലയുടെ മധ്യയിടത്ത് നിലകൊള്ളുന്ന ചരിത്രപരമായി വളരെയധികം പ്രാധാന്യം നിലനിന്നിരുന്ന ഒരു രാജ്യമായിരുന്നു വള്ളുവനാട് എന്നത്. പുഴകളും മലകളും കൊണ്ട് പ്രകൃതിയാൽ തന്നെ അതിരുകൾ പഴയകാലത്ത് ഈ രാജ്യത്തിന് ഒരു അനുഗ്രഹമായി നിലനിന്നിരുന്നു. ആധുനിക കാലത്തെ പെരിന്തൽമണ്ണ, ഒറ്റപ്പാലം എന്നീ സ്ഥലങ്ങളും പൊന്നാനി, തിരൂർ, ഏറനാട് എന്നീ പ്രദേശങ്ങളിലെ ഭാഗങ്ങളുമൊക്കെ ഉൾപ്പെട്ടതായിരുന്നു പൊതുവിൽ വള്ളുവനാട് ദേശം. പെരിന്തൽമണ്ണയ്ക്കടുത്ത് അങ്ങാടിപ്പുരം മേഖല ആസ്ഥാനമാക്കിയായിരുന്നു ഇവരുടെ ഭരണം നടന്നിരുന്നത്. ഈ അങ്ങാടിപ്പുരം മേഖല ആസ്ഥാനമാക്കിയായിരുന്നു രാജപട്ടം ലഭിച്ച വല്ലഭൻ ചാത്തൻകോത സിംഹാസനാരൂഢനായി രാജ്യഭരണം നടത്തിയത് എന്നാണ് പറയാറ്. രാജപട്ടം സ്വീകരിക്കുന്നവർ സന്യാസ ജീവിതം നയിച്ചതായും പറയുന്നു. ആയുധബലത്തേക്കാൾ ദൈവിക ശക്തിയിൽ പ്രാധാന്യം നൽകിയിരുന്ന ഒരു രാജകുടുംബമായി കൂടിയായിരുന്നു ഇവരുടെ തുടക്കമുണ്ടാവുന്നത്. അതായത് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന രാജവംശം വള്ളുവക്കോനാതിരിയുടേതാണ് എന്ന നിലയിലും നിഗമനങ്ങൾ കാണാം. AD 700 കാലഘട്ടത്തിലെയൊക്കെ ജൂതശാസനത്തിൽ പോലും വള്ളുവനാട്ടിലെ റൈരൻ ചാത്തൻ എന്ന് വള്ളുവക്കോനാതിരിയെപ്പറ്റി പറയുന്നത് കാണാം. റൈരൻ ചാത്തൻ, ശ്രീവല്ലഭൻ, വള്ളുവക്കോനാതിരി, വെള്ളാട്ടിരി, ആറങ്ങോട്ടുടയവർ, വല്ലഭൻ ചാത്തൻ കോത എന്നീ പേരുകളിലെല്ലാം തന്നെ വള്ളുവക്കോനാതിരി അഭിസംബോധന ചെയ്യപ്പെട്ടതായിട്ടുണ്ട്. വള്ളുവനാട് രാജവംശം എങ്ങനെയുണ്ടായി എന്നതുമായി ബന്ധപ്പെട്ട ചരിത്രമൊന്നും ഏതായാലും വ്യക്തമൊന്നുമല്ല. ഇവരുടെ ക്ഷേത്രമായിട്ടുള്ള തിരുമാന്താംകുന്നിൽ ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിയുള്ള ചരിത്രം കൂടി ചേർക്കുമ്പോൾ വളരെ കാലത്തെ പഴക്കം ഏതായാലും അനുമാനിക്കാം. പല്ലവ രാജാക്കന്മാരിൽ നിന്നാണ് വല്ലഭ വംശമുണ്ടായതെന്ന് പറയുന്നവരുണ്ട്. ഏതായാലും കേരള ചരിത്രത്തിലെ പഴക്കം ചെന്ന രാജവംശങ്ങളിൽ ഒന്നാണ് വള്ളുവനാട് എന്നതിൽ തർക്കമേതുമില്ല. പെരുമാൾ ഭരണം നിലവിലുണ്ടായിരുന്ന കാലത്ത് തന്നെ AD 800-കൾക്കിപ്പുറമൊക്കെ മാമാങ്കം നടത്തിയിരുന്നത് വള്ളുവക്കോനാതിരിയാണെന്ന് പറയുന്ന ചരിത്രകാരന്മാർ പോലുമുണ്ട്. അതുപോലെ അവസാന കാലത്തെ പെരുമാളായിരുന്ന ഭാസ്കര രവിവർമ്മയിൽ നിന്നാണ് മാമാങ്കത്തിൻ്റെ അവകാശം ഇവർക്ക് ലഭിച്ചത് എന്നും പറയാറുണ്ട്. ഏതായാലും പിന്നീടുള്ള നൂറ്റാണ്ടുകളിൽ കേരളീയ ജനത രക്ഷാപുരുഷനെ അംഗീകരിക്കുന്ന ചടങ്ങും വലിയ ഉത്സവവുമായി മാറിയ മാമാങ്കം കേടുപാടുകളില്ലാതെ നടത്താൻ സാധിച്ചതിലും അതിൻ്റെ നായകസ്ഥാനത്ത് തുടരുന്നതിൽ നിന്നും വള്ളുവക്കോനാതിരിയുടെ ആ കാലഘട്ടത്തിലെ സ്വാധീനവും ജനസമ്മതിയുമൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ചൊല്ലുകളിൽ പ്രധാനപ്പെട്ട വേണാട്ട് സ്വരൂപത്തിൽ നിന്ന് കോയിക്കൽ പണ്ടാരപ്പിള്ളയും, പെരുമ്പടപ്പിൽ നിന്ന് പാലിയത്ത് മേനോനും, ഏറനാട് നെടുവിരിപ്പിൽ നിന്ന് മാങ്ങാട്ട് രാരിച്ച മേനോനും, കോലത്തിരി സ്വരൂപത്തിൽ നിന്ന് പുതുശ്ശേരി നമ്പ്യാർ നാട്ടധികാരിയും ബ്രാഹ്മണരെയും മാടമ്പികളെയും പ്രജകളെയും ബോധിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ ഒട്ടുമിക്ക രാജാക്കന്മാരുടെയും സ്നേഹാദരങ്ങളോടുകൂടി തന്നെയാണ് ആറങ്ങോട്ടുടയവർ മാമാങ്കം നടത്തിയതും രക്ഷാപുരുഷനായി അവരോധിക്കപ്പെട്ടതും എന്നതൊക്കെ കാണാം. ഇത്തരത്തിൽ അതിശക്തമായി നിലനിന്നിരുന്ന വള്ളുവക്കോനാതിരിയുടെ രാജകുടുംബം ക്രമേണ മങ്കട, ആയിരം നാഴി, കടന്നമണ്ണ, അരിപ്ര എന്നിങ്ങനെയൊക്കെ 4ആയി പിരിഞ്ഞുവത്രേ. ഈ വിഭാഗങ്ങളിൽ അധികാരസ്ഥാനത്തിനായി ഉണ്ടായ പരസ്പര വടംവലികൾ സൃഷ്ടിക്കപ്പെട്ടെന്നും അത് രാജ്യത്തിന് കേടുപാടുകൾ ഉണ്ടാവുന്നതിനും സാമൂതിരിയുടെ വിജയം എളുപ്പമാവുന്നതിനും കാരണമായി എന്നും പറയാറുണ്ട്. മേൽപ്പറഞ്ഞ 4 വിഭാഗങ്ങളിൽ ദുർബല കക്ഷികളെ നാമാവശേഷമാക്കാൻ ഓരോ കാലങ്ങളിൽ മറ്റുള്ളവർ ശ്രമിക്കുകയും അതുവഴി അവരുടെ മേഖലകളും അധികാരങ്ങളും കൂടെ പിടിച്ചെടുക്കാനായി പല ക്രൂരതകളൊക്കെ നടത്തിയതായും കാണാം. ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ടായത് എതിരാളികൾക്ക് ആക്രമിക്കാൻ പഴുതുകൾ നൽകിയെന്നതും 13-ാം നൂറ്റാണ്ടോടുകൂടി മാമാങ്കം നടത്താനുള്ള അവകാശം തന്നെ ഇവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ആദ്യകാലങ്ങളിൽ തിരുനാവായക്കിപ്പുറം ബേപ്പൂർ പുഴ വരെയും ആറങ്ങോട്ടുടയവരുടെ ഭരണത്തിൻ കീഴിലായിരുന്നു എന്ന് പറയാറുണ്ട്. വള്ളുവക്കോനാതിരിയുടെ പ്രധാനമന്ത്രി പദവി വഹിച്ചിരുന്നത് കരുവായൂർ മൂസായിരുന്നു. മൂസിനു പുറമെ അദ്ദേഹത്തിൻ്റെ ശക്തികളായി ധർമ്മോത്ത് പണിക്കർ, വീട്ടിക്കാട്ട് നായർ, കൊളത്തൂർ വാരിയർ, കുതിരവട്ടത്ത് നായർ, കാരക്കാട്ട് മൂപ്പൻ, കോങ്ങാട്ട് നായർ എന്നിവരൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് സാമൂതിരിയുടെ ഭരണം ശക്തമാവുകയും വിജയങ്ങൾ നേടി അദ്ദേഹം ജൈത്രയാത്രയും ആരംഭിച്ചതോടെ കവളപ്പാറ, ധർമ്മോത്ത്, കുതിരവട്ടത്ത് പോലുള്ള സേനാനായകന്മാർ അവരവരുടെ സൈന്യങ്ങളോടുകൂടി കൂറുമാറിക്കൊണ്ട് സാമൂതിരിയുടെ കൂടെ ചേരുകയാണ് ഉണ്ടായത്. വള്ളുവക്കോനാതിരിയുടെ ശക്തി കേന്ദ്രമായിരുന്ന കരുവായൂർ മൂപ്പിലങ്ങൂന്ന് മലപ്പുറത്തിനടുത്ത് പടപ്പറമ്പിൽ വച്ചുണ്ടായ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും യുദ്ധവീരന്മാരായി പേരുകേട്ടിട്ടുള്ള വള്ളുവനാടിനെ പല രീതിയിൽ സംരക്ഷിച്ചിരുന്ന ചന്ദ്രോത്ത് പണിക്കർ, പുതുമന പണിക്കർ, കോൽഗൗട്ട് പണിക്കർ, വേർക്കോട്ട് പണിക്കർ, വട്ടൊണ്ണ മേനോൻ തുടങ്ങി പലരും ചാവേറായി ആത്മബലി അർപ്പിക്കുകയും ചെയ്തതോടെ വള്ളുവനാടിൻ്റെ പ്രഭാവം അസ്തമിക്കുകയും ചെയ്തു. നൂറ്റാണ്ടുകളായി മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷ സ്ഥാനം അലങ്കരിച്ചിരുന്ന വള്ളുവക്കോനാതിരിമാർ
അത് അവരുടെ അഭിമാനത്തിൻ്റെ ചിഹ്നമായി കൂടി കണ്ടിരുന്നല്ലോ. രേഖപ്പെടുത്തലുകൾ പ്രകാരം സാമൂതിരി ഭരണമേഖലകൾ ശക്തിപ്പെട്ടതോടെ അവർ ഒട്ടനവധി മേഖലകൾ പിടിച്ചെടുക്കാൻ ആരംഭിച്ചു. അതോടെ പല പ്രാദേശിക ശക്തികളും സാമൂതിരിക്ക് ഒപ്പം ചേരാനും തുടങ്ങിയ കാലമായിരുന്നു 13-ാം നൂറ്റാണ്ട് എന്നത്. അപ്രകാരം 13-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യഘട്ടത്തിലാണ് ഒരു കോഴിക്കോട്ടുകാരൻ കോയയുടെ സഹായത്തോടെ വള്ളുവക്കൊനാതിരിയെ വെട്ടിക്കൊന്ന് സാമൂതിരി മാമാങ്ക അവകാശം കൈക്കലാക്കിയത് എന്നാണ് പറയുന്നത്. സാമൂതിരിയുടെ ആക്രമണത്തിൽ നിന്ന് വള്ളുവനാടിനെ രക്ഷിക്കാൻ അവിടുത്തെ രാജാവും ധീരന്മാരും കഠിനമായി പടപൊരുതിയതും യുദ്ധക്കളത്തിൽ മരിച്ചു വീണതുമൊക്കെ പാട്ടുകളായി പോലും ആ നാട്ടിലെ ജനതയുടെ നാവുകളിൽ അലയടിച്ചിരുന്നു. വള്ളുവനാട് ദേശത്തിൻ്റെ ഭരണചരിത്രത്തിന് ഇന്ന് വലിയ അടയാളമായി നിലനിൽക്കുന്ന കാര്യമാണ് തിരുമാന്താംകുന്ന് ക്ഷേത്രവും അതിനടുത്ത് കാണുന്ന കരിങ്കൽ തറയുമൊക്കെ. വള്ളുവനാടിൻ്റെ രാജവാഴ്ചയിൽ അഥവാ ചരിത്രത്തിൽ പല നിർണായക കാര്യങ്ങൾക്കു കൂടി ഈ മേഖലകൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. തിരുനാവായ അവർക്ക് നഷ്ടപ്പെട്ട ശേഷം ഈ കരിങ്കൽ തറയിൽ കയറി നിന്നുകൊണ്ടാണ് വള്ളുവനാട്ടരജന്മാർ രാജ്യക്ഷേമം അന്വേഷിക്കുന്ന ചടങ്ങൊക്കെ നടത്തിയിരുന്നത്. ഇതേ തറമേൽ നിന്നുകൊണ്ടാണ് ചരങ്ക ആരംഭിച്ച് തന്നെയായിരുന്നു വെള്ളാട്ടിരി എല്ലാ കാലവും മാമാങ്കം നടത്താനായി പുറപ്പെട്ടിരുന്നതും. തിരുനാവായിൽ നിലപാട് നിന്ന അതേ നിലയിൽ വാളൂരി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആറങ്ങോട്ടുടയവരോ പ്രതിപുരുഷനോ ഈ തറമേൽ വന്ന് നിന്നുകൊണ്ടായിരുന്നു ചാവേറുകളെ തിരുനാവായിലേക്ക് മാമാങ്കത്തിനായി അയച്ചിരുന്നത് എന്നാണ് മറ്റൊരു നിർണായക ചരിത്രം. അപ്രകാരം ചരിത്രത്തിൽ അതിനിർണായകമായ ഒരിടമായി ഇവിടം നിലനിൽക്കുന്നു. മാമാങ്കത്തിനായി ചെന്ന ഒട്ടനവധി വീരന്മാർ പടപൊരുതി അഭിമാനം സംരക്ഷിച്ച് സ്വയം ഇല്ലാതായ കഥ നാം ഏവരും കേട്ടിട്ടുണ്ടാകുമല്ലോ. മാമാങ്കത്തിൻ്റെ അവസാന ചരിത്രം കൂടിയാണ് അവയൊക്കെ. ചാവേർ പടയിൽ നായന്മാർ മാത്രമല്ല, വിവിധ ജാതിക്കാരും മുസ്ലിങ്ങൾ കൂടിയും പങ്കെടുത്തിരുന്നു. ചാവേർ വീരന്മാരുടെ നേതൃത്വം വഹിക്കാനും അവരെ നയിക്കാനും നായകന്മാരായി നിന്നത് നേരത്തെ പറഞ്ഞ ചന്ദ്രത്തിൽ പണിക്കർ പോലുള്ളവരായിരുന്നു. വള്ളുവനാടിന് തിരുനാവായും മാമാങ്ക അവകാശവും നഷ്ടപ്പെട്ട ശേഷം കൊല്ലം തോറും മാമാങ്കാഘോഷത്തിന് പകരം പൂരാഘോഷം നടത്തുകയും പൂരപ്പറമ്പിൻ്റെ മേലെ തറയിൽ കരിങ്കൽ തറയിൽ നിലപാട് നിൽക്കുന്ന ചടങ്ങും നടത്തി വന്നു. ആദ്യകാലത്ത് മാമാങ്കം പോലെ തന്നെ 12 കൊല്ലത്തിലൊരിക്കൽ നടത്തി വന്ന തിരുമാന്താംകുന്നിലെ പൂരോത്സവം പിന്നീട് കൊല്ലം തോറും ആഘോഷിക്കുകയാണ് ഉണ്ടായത്. നിലപാട് തറയിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ജനതയ്ക്ക് ഏത് കാര്യവും വന്ന് ബോധിപ്പിക്കാനുള്ള അവകാശമുണ്ടായിരുന്നു. അത് എന്ത് ആക്ഷേപമുണ്ടായാലും അത് തീർക്കാൻ വള്ളുവക്കോനാതിരി ബാധ്യസ്ഥനുമായിരുന്നു. സാമൂതിരി ശക്തി ആർജിക്കുന്നതിന് മുന്നേ ഈ മേഖലയിലെ കരുത്തൻ വള്ളുവക്കോനാതിരി ആയിരുന്നു എന്നതിൽ തർക്കമേതുമില്ല. വള്ളുവനാടിൻ്റെ നിർണായകമായ പല ദേശങ്ങളും സാമൂതിരി പിടിച്ചടക്കിയതിന് ശേഷം ഇരുവരും തമ്മിൽ കുടിപ്പക സൃഷ്ടിക്കപ്പെടുകയും വർഷങ്ങളോളം വലിയ തോതിലുള്ള യുദ്ധങ്ങളൊക്കെ നടക്കുകയുമുണ്ടായി. അതുപോലെ വള്ളുവനാട്ടുകാർ സാമൂതിരിയുടെ നാട്ടുകാരനെ കണ്ടാലും നേരെ തിരിച്ചും വലിയ തോതിൽ വെറുപ്പും പ്രകടിപ്പിച്ചിരുന്നു. ഈ ഒരു കാലത്തും വർഷങ്ങൾ നീണ്ടുനിന്ന യുദ്ധത്തിൽ പ്രധാന സേനാനായകർ വീഴുന്നതുവരെയും വള്ളുവനാടും ശക്തമായി തന്നെ നിലനിന്നു എന്ന് പറയാം. അതുപോലെ മൈസൂരിൻ്റെ ആക്രമണകാലം വരെയും ഇരുവരും തമ്മിലുള്ള കുടിപ്പകയും നിലനിന്നു. മറ്റൊരർത്ഥത്തിൽ വള്ളുവനാട് രാജാവ് സാമൂതിരിക്ക് കീഴടക്കാൻ തയ്യാറായതേയില്ല എന്നും പറയാം. ഏതായാലും അവസാന കാലങ്ങളിൽ വള്ളുവനാട് രാജ്യമേഖല എന്നത് വളരെ ചെറിയൊരു മേഖലയായി മാറി എന്ന് കാണാം. അതുപോലെ മൈസൂർ ആക്രമണമുണ്ടായപ്പോൾ രക്ഷ തേടി വള്ളുവനാട് രാജകുടുംബം തിരുവിതാംകൂർ മേഖലയിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു. പിൽക്കാലത്ത് 1792 നടന്ന ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മൈസൂർ മലബാർ മേഖലയെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വിട്ടു നൽകുകയുണ്ടായി. ഈ സമയം വള്ളുവനാട് രാജാവ് തൻ്റെ മേഖലകൾ സംരക്ഷിക്കാനുള്ള അവകാശം തനിക്ക് തരണമെന്ന് കമ്പനിയോട് പറയുകയും കമ്പനിക്ക് കപ്പം കൊടുക്കുന്ന നിലയിൽ രാജ്യമേഖലകൾ ഉൾപ്പെടുന്ന രീതിയിൽ വള്ളുവനാട് രാജാവിന് ഭരണം നടത്താനുള്ള അനുമതിയും ലഭിച്ചു. എന്നാൽ 1793 കാലത്ത് തന്നെ കമ്പനി വള്ളുവനാട് രാജാവിൻ്റെ അധികാരം എടുത്തു കളയുകയും വള്ളുവനാട് ദേശം കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിൽ കൊണ്ടുവരികയുമുണ്ടായി. അതോടെ വള്ളുവനാട് രാജകുടുംബം കമ്പനിയുടെ പെൻഷൻകാരായി മാറി. അപ്രകാരം നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന വള്ളുവനാട് രാജ്യത്തിനും രാജകുടുംബത്തിനും ചരിത്രം അവസാനിക്കുകയാണ്.